ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്. നസ്രേനായ യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളിൽ എത്ര പേര് യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തികളെ പഴയ നിയമത്തിൽ ദർശിച്ചിട്ടുണ്ട്? പഴയ നിയമത്തിൽ യേശുവിനെയും യേശുവിൻ്റെ പ്രവൃത്തികളെയുമാണ് മറനീക്കി കൊണ്ടുവരുന്നത്. ഇത് ഒരു പ്രൊഫറ്റിക് സെൻസിലാണ് പല വേദഭാഗങ്ങളും പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരമൊരു പ്രൊഫറ്റിക് വേദഭാഗത്തെ പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 48-ന്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വേദഭാഗം എന്ന് വെച്ചാൽ യാക്കോബ് തൻ്റെ മകനായ യൗസേഫിൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരെ അടുക്കൽ വിളിക്കുന്ന ഒരു വേദഭാഗമാണ്. യാക്കോബിന് ഒരുപാട് വയസ്സായപ്പോൾ യാക്കോബിന് കണ്ണ് കാണാതാകുന്നു. കണ്ണ് കാണാൻ മാത്രമല്ല, യാക്കോബിന് കിടക്കയിൽ എണ്ണീച്ചിരിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന ആ ഒരു അവസരത്തിലാണ് യൗസേഫ് തൻ്റെ മക്കളെയുമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പോൾ യാക്കോബ് അവനോട് പറയുന്നത്, നിൻ്റെ മക്കളെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഉൽപ്പത്തി പുസ്തകം 48-ന്റെ 9, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. യൗസേഫിന് 2 മക്കളാണ്, എഫ്രൈമും മനശ്ശെയും. മനശ്ശെ മൂത്ത മകനും എഫ്രൈം രണ്ടാമത്തെ മകനുമാണ്. അപ്പോൾ യാക്കോബ് യൗസേഫിനോട് പറയുകയാണ്, അവരെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. യൗസേഫ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. 13-ാമത്തെ വാക്യം, യൗസേഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രയേലിൻ്റെ ഇടം കൈക്ക് നേരെയും മനശ്ശെയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രയേലിൻ്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഇസ്രയേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു. യൗസേഫ് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, മൂത്ത മകനായ മനശ്ശെയെ യാക്കോബിൻ്റെ വലം കൈയുടെ നേരെയായിട്ട് പിടിച്ചും ഇളയ മകനായ എഫ്രൈമിനെ യാക്കോബിൻ്റെ ഇടത്ത് കൈയുടെ നേരെയായിട്ട് പിടിച്ചുമാണ് കൊണ്ടുവരുന്നത്. പക്ഷേ യാക്കോബ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി യാക്കോബ് ഇങ്ങനെ പിണച്ചു വെച്ചു. യാക്കോബിൻ്റെ വലം കൈ മനശ്ശെയുടെ തലയിലും യാക്കോബിൻ്റെ ഇടം കൈ മൂത്ത മകനായ മനശ്ശെയുടെ തലയിലുമായിട്ടുമാണ് യാക്കോബ് വെച്ചത്. 17-ാമത്തെ വാക്യം, അപ്പൻ വലം കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചു എന്ന് യൗസേഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്നും മനശ്ശെയുടെ തലയിൽ മാറ്റി വെപ്പാൻ പിടിച്ചു. യൗസേഫ് അപ്പനോട്, അങ്ങനെയല്ല, എൻ്റെ അപ്പ ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലം കൈ വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്ക് അറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും. എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ യൗസേഫ് ഇതിനിടയ്ക്ക് ഇടപെടുകയാണ്. മൂത്ത മകനായ മനശ്ശെയുടെ തലയുടെ മേളിൽ അപ്പൻ്റെ വലത് കൈ വരാഞ്ഞത് കണ്ടപ്പോൾ യൗസേഫ് പെട്ടെന്ന് യാക്കോബിനോട് പറയുകയാണ്, അങ്ങനെയല്ല അപ്പ, തിരിച്ചാണ്. കാരണം യാക്കോബിന് കണ്ണ് കാണത്തില്ല എന്നുള്ളത് യൗസേഫിനറിയാം. പക്ഷേ കണ്ണ് കാണത്തില്ല എങ്കിലും യാക്കോബ് യൗസേഫിനോട് പറയുകയാണ്, അങ്ങനെയല്ല, എനിക്കറിയാം ആരാണ് മൂത്തതെന്നും ആരാണ് ഇളയതെന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ അനുഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് എഫ്രൈമിനെയാണ് എന്ന്. ഈ ഒരു സന്ദർഭത്തോടു കൂടി യാക്കോബ് ആദ്യജാതൻ്റെ അനുഗ്രഹങ്ങളാണ് എഫ്രൈമിന് കൊടുക്കുന്നത്. ഇളയ മകനായ എഫ്രൈമിന് കൊടുക്കുന്നത് ഇസ്രയേലിൽ അന്നുണ്ടായിരുന്ന, ഇന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അവകാശങ്ങളും ഓഹരികളും അനുഗ്രഹങ്ങളും പിന്തുടർച്ചയായിട്ട് അവർക്ക് ലഭിക്കുന്ന സ്വത്തുക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ മോർ ദാൻ ഡബിൾ പോർഷനാണ് ആദ്യജാതന് ഉണ്ടായിരുന്നത്. ഈ ഫേസ്റ്റ് ബോണിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി തന്നെയാണ് യാക്കോബ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള യാക്കോബിനെ നമ്മൾ കാണുമ്പോൾ ഏശാവിൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശം തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കുന്ന യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആദ്യജാതൻ്റെ അനുഗ്രഹത്തെ പറ്റി വളരെയധികം അറിവുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാവുന്ന യാക്കോബ് തന്നെയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം മാറി ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആദ്യജാതൻ്റെ അനുഗ്രഹം രണ്ടാമത്തെ പുത്രന് അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളിന് കൊടുക്കുന്ന യാക്കോബിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആദ്യജാതൻ്റെ അനുഗ്രഹങ്ങളും ഓഹരികളും അർഹതയില്ലാത്ത മകന് നൽകുന്ന, രണ്ടാമത്തെ ഇളയ മകന് നൽകുന്ന യാക്കോബിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് യൗസേഫിൻ്റെ മക്കളോട് യാക്കോബിനുള്ള പാർഷ്യാലിറ്റി ഒന്നുമല്ല. ഇതൊരു പ്രൊഫറ്റിക് സ്ക്രിപ്ചറാണ്, പ്രൊഫറ്റിക് വേദഭാഗമാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ, യേശു ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെ പ്രതിപാദിക്കുന്ന ഒരു സ്ക്രിപ്ചറാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ഹിഡൻ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അർഹതയില്ലാത്തവർക്ക്, അവർക്ക് അർഹമായതിനെക്കാട്ടിലൊക്കെ കൂടുതലായി നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അവൻ്റെ മനസ്സുമാണ് ഇതിൽ ഹിഡനായിട്ട് കിടക്കുന്നത്.
പിന്നിൽ നിന്നും നമ്മളെ മുന്നിലേക്ക് നയിക്കാൻ, അർഹതയില്ലാത്ത നമ്മൾക്ക് അർഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് നൽകാൻ, ഒരു ക്വാളിഫിക്കേഷൻസും ഇല്ലാത്ത നമ്മൾക്ക് ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെക്കാട്ടിൽ കൂടുതലായിട്ട് നൽകാൻ, യോഗ്യത ഉള്ളവർക്ക് പോലും ലഭിക്കുന്നതിനെക്കാട്ടിലും വലിയ മേന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന ആ ഒരു ഹിഡൻ മെസ്സേജാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നിൽ നിന്ന് നമ്മളെ മുന്നിലേക്ക് മാറ്റാൻ യാക്കോബിൻ്റെ പ്രവൃത്തിയെ യൗസേഫ് തടയുന്നതായിട്ട് ഈ വേദഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും യാക്കോബ് പറയുന്നു, അങ്ങനെയല്ല, ഞാൻ കൊടുക്കേണ്ടത് തന്നെ ചെയ്യും. നമ്മൾക്ക് അർഹിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനെ തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല എന്നുള്ള ആ ഒരു സാരാംശം ഈ വേദഭാഗത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ ഒരു മെസ്സേജ് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് വേൾഡ്ലി ബ്ലെസ്സിങ് ആണ്. പക്ഷേ വേൾഡ്ലി ബ്ലെസ്സിങ്ങിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അർഹമായിട്ടില്ലാത്ത നീതിയാണ്. അവൻ്റെ നീതി ദൈവം യേശുവിൽ കൂടി നമ്മൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മുഖ്യമായ സാരാംശം. പ്രവൃത്തികൾ കൊണ്ട് സ്വയം നീതീകരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരായും നീതിമതികളായിട്ടും ഒന്ന് നിൽക്കാൻ നമ്മൾക്ക് യോഗ്യതയില്ലെങ്കിലും നമ്മളെ യേശുവിൻ്റെ നീതിയിൽ കൂടി ദൈവം നീതീകരിച്ചിരിക്കുന്നു എന്ന ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്നു. വേൾഡ്ലി ബ്ലെസ്സിങ്സ് മാത്രമല്ല, ഇറ്റേണിറ്റിയുടെ പങ്കും ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നു. ഒരുപാട് നന്മകളും അർഹിക്കാത്ത അനുഗ്രഹങ്ങളും നമ്മൾക്ക് തരാൻ സന്നദ്ധനായ ദൈവത്തെ നമ്മൾ എപ്പോഴും വാഴ്ത്തി സ്തുതിക്കുക. എനിക്ക് അർഹതയില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ഒരിക്കലും അർഹിക്കുന്നില്ല എങ്കിലും നമ്മളെ അർഹിക്കാത്ത അനുഗ്രഹങ്ങളും അർഹിക്കാത്ത നീതിയും തരാൻ സന്നദ്ധനും വലിയ മഹാമനസ്കതയുമുള്ള ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തോടു കൂടെ കൂടുതൽ അടുക്കുക. ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സാരാംശങ്ങൾ മനസ്സിലാക്കുക. ബൈബിൾ എന്നത് വലിയ സീക്രസി ഉള്ള ഒരു പുസ്തകമാണ്. ഇത് നമ്മൾ വായിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ വെറും കഥകളായി മാറുന്നു. പക്ഷേ ബൈബിൾ പഠിക്കാൻ വേണ്ടി വായിക്കുക, ബൈബിളിലെ സാരാംശം മനസ്സിലാക്കുക. ആൻഡ് fall in love with Jesus and fall in love with the word of God.